ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ എൻ്റെ ഉമ്മയുടെ സ്പെഷ്യൽ ഗ്രീൻ ചിക്കൻ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട മെയിൻ മസാല നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ വലിയ ജീരകം, ചെറിയ ജീരകം, പച്ചമുളക്, മല്ലിച്ചെപ്പ്, പിന്നെ പുതിന, പിന്നെ കരിവേപ്പില ഒക്കെ കൂട്ട്, പിന്നെ ഒരു ചെറുനാരങ്ങ അല്ലെങ്കിൽ വിനേഗർ ഒക്കെ കൂട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുരുമുളക് പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ നമുക്ക് മസാലകൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം 2 മീഡിയം സൈസ് സവാള, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ കരിവേപ്പില, പിന്നെ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഗ്രീൻ ചിക്കൻ മസാല തേച്ച് വെച്ച ഗ്രീൻ ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല മഴക്കാറുണ്ട്, അപ്പോൾ ഞാൻ ജസ്റ്റ് പുറത്തത്തെ വ്യൂ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് വേണ്ടാത്തവർ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇതിൽ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞങ്ങളിവിടെ ഉരുളൻകിഴങ്ങ് പിന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതും ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്രേവി വേണ്ടവർക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം, വേണ്ടാത്തവർ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് ഇപ്പോൾ നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ 2 പ്രാവുകൾ ഇങ്ങോട്ട് ഞങ്ങളെ കിച്ചൻ്റെ അവിടേക്ക് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി റെസിപ്പിയാണ്. നമ്മൾ ചോറിലേക്ക് കഴിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ചോറിലേക്ക് സാമ്പാർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മളെ ഗ്രീൻ ചിക്കൻ, പിന്നെ പപ്പടം എടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉപ്പേരി, ക്യാരറ്റ് ഉപ്പേരി കേട്ടോ. അതിനുശേഷം ഒരു കൊണ്ടാട്ടമുളക് ജസ്റ്റ് പൊട്ടിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ച് നോക്കിയിട്ടോ. ഞാൻ നല്ല അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. എപ്പോഴെങ്കിലും ചിക്കനൊന്ന് മേടിക്കുകയാണെങ്കിൽ ഈ ഒരു ഐറ്റം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഇതേപോലത്തെ റെസിപ്പീസ് വേണ്ടവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.